ഓർമ്മയുണ്ടോ ഈ മുഖം? ധാരണതാ ആരുടേതാ? ഒരു സിനിമക്കാരൻ്റെതാണ്. എന്നിട്ടാണ് പട്ടികയിൽ പേര് ചേർക്കുന്നത്. ഓർമ്മയുണ്ടോ ഈ മുഖം? പട്ടികയിൽ പേര് ചേർക്കുകയാണ്. വേറെ ഒന്നും വേണ്ട, രേഖയൊന്നും വേണ്ട. തൃശ്ശൂരിലെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന വീട്ടമ്മ ആ പട്ടികയിൽ അവരുടെ ഫ്ലാറ്റിൽ അവരുടെ നമ്പറിൽ നോക്കുമ്പോ 9 ആള്. അവരാകെ നോക്കി. മക്കളെല്ലാം, മരുമക്കളെല്ലാം, സഹോദരങ്ങളെല്ലാം. അവസാനം അവര് ഒരു പേര് കണ്ടു നോക്കിയപ്പോ അത് ആ ഫ്ലാറ്റിലെ വീട്ടമ്മയുടെ പട്ടിക്കുട്ടീന്റെ പേരാണ്, മേഴ്സി. എടാ BJP-ക്കാരാ, ഇമ്മാതിരി വിദ്യ മറ്റാർക്കും കിട്ടൂല കേട്ടാ. നോക്കുമ്പോ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ, PA, അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ വോട്ട്. അങ്ങനെയുള്ള 66,000 വോട്ടാ, ഒന്നും രണ്ടുമല്ല. ആ വോട്ട് അന്ന് നിയമവിരുദ്ധമായി ഇവിടെ ചേർത്തതിനെതിരെ അന്നത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി, CPI-യുടെ നേതാവ് സുനിൽ കുമാർ പരാതി കൊടുത്തതാ, പരിഗണിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാരെ പേരിൽ വെട്ടിക്കളിയൽ മാത്രമല്ല, കള്ളവോട്ട് ചേർക്കൽ കൂടി BJP-യും ചെയ്യും. ലീഗ് ഇക്കാര്യത്തിൽ PhD കേട്ടാ. ജനസേവനത്തിൽ അവർ 8ാം ക്ലാസ് 8 തവണ തോറ്റിന്. എന്നാൽ കള്ളവോട്ട് ചേർക്കുന്നതിൽ ലീഗ് PhD. സഖാവ് എന്നത് കമ്മ്യൂണിസ്റ്റുകാർ പരസ്പരം അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. സുഹൃത്ത് എന്നും അതിനർത്ഥമുണ്ട്. പക്ഷെ കേരളത്തിൽ സഖാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ് കൃഷ്ണപിള്ളയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സഖാക്കളുടെ സഖാവാണ് കൃഷ്ണപിള്ള. 1906 അദ്ദേഹം ജനിച്ചത്. അധികമൊന്നും പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രാഥമിക പഠനം കഴിഞ്ഞപ്പോൾ തന്നെ 16ാമത്തെ വയസ്സിൽ കയർ തൊഴിലാളിയായി ജോലി ചെയ്യേണ്ടി വന്നു. വീട്ടിലുള്ള സാഹചര്യം അതായിരുന്നു. പിന്നീട് 1927 ആവുമ്പോഴേക്കും അദ്ദേഹം ഹിന്ദി പഠിക്കാനായി ഉത്തരേന്ത്യയിൽ പോയി. അക്കാലത്ത് ഹിന്ദി പ്രചാരകർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം കൂടിയായിരുന്നു അത്. പക്ഷെ ഉത്തരേന്ത്യയിൽ ഹിന്ദി പഠനത്തോടൊപ്പം അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാവുകയാണ് ചെയ്തത്. ഹിന്ദി പഠിച്ച് നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അണിചേരുകയായിരുന്നു. 1924 എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യൗവന പ്രായത്തിൽ, ഒരു കൗമാരപ്രായമെന്നോ യൗവനപ്രായമെന്നോ വിശേഷിപ്പിക്കാവുന്ന സമയത്ത് വൈക്കം ക്ഷേത്രത്തിന് മുമ്പിൽ സത്യാഗ്രഹ സമരം നടക്കുന്നുണ്ട്. ആ സമരം ക്ഷേത്രത്തിന്റെ വഴിയിലൂടെ പിന്നോക്ക ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നു. ക്ഷേത്രപ്രവേശനമെന്ന ചിന്ത പിന്നെയാണ് വരുന്നത്. ഇതിനടുത്ത് ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൂടെ നടന്നുപോയിക്കൂടാ. അതായിരുന്നു അക്കാലം. ബാലനായ കൗമാരപ്രായക്കാരനായ കൃഷ്ണപിള്ള അത് കണ്ടുകൊണ്ട് ആവേശം കൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ നവോത്ഥാന പോരാട്ടത്തിലും ജന്മി വിരുദ്ധ പോരാട്ടത്തിലും സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിലും അണിനിരക്കുന്നത്. ഇവിടെ വിവരിച്ചതുപോലെ 1937 അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 31. കോഴിക്കോട് ഒരു കടയുടെ മുകളിൽ 4 പേർ യോഗം ചേർന്നത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഗാട്ടയുടെ സാന്നിധ്യത്തിലായിരുന്നു. കൃഷ്ണപിള്ളിയും EMS-ഉം K. ദാമോദരനും NC ശേഖർ, അവർ 4 പേരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകൻ രൂപീകരിച്ചു. പക്ഷെ അപ്പോൾ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു എന്ന് പുറത്തു പറയാൻ പറ്റില്ല. പുറത്തു പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിൽ മോസ്കോ റോഡ് വിട്ടു. കമ്മ്യൂണിസ്റ്റുകാരെ എന്തു ചെയ്യും? രണ്ടും കൽപ്പിച്ച് അക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസിലെ ഒരു ഇടതുപക്ഷ വിഭാഗം എന്ന് പറയാവുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരായ എല്ലാവരും പിണറായിയിലെ പാറപ്പുറത്ത് 1939 സമ്മേളിച്ചു. അന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതുപോലെയൊന്നും ഒത്തുകൂടാൻ കഴിയില്ല. ഒരു സ്കൂളിന്റെ ഹാളിൽ പോലും ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? EMS-ഉം കൃഷ്ണപിള്ളിയും ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ പിണറായി പാറപ്പുറത്ത് സമ്മേളിക്കുമ്പോൾ അകലെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ അധ്യാപക സമ്മേളനം. അതങ്ങനെ ചേരാം. കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചേർന്നുകൂടാ.
അപ്പൊ ആളുകളുടെ ശ്രദ്ധയെല്ലാം ഈ അധ്യാപക സമ്മേളനത്തിലായി. ആ സമയത്ത് ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം. അവിടെ വെച്ചാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരായ ഞങ്ങളെല്ലാം ഇനി മുതൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം രൂപീകരിച്ച് അതിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഈ ചരിത്രം ഒന്ന് നോക്കിയേ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യ പ്രവർത്തന പ്രഖ്യാപന സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 37 രൂപീകരിച്ചിന്. അതിന്റെ സെക്രട്ടറി കൃഷ്ണപിള്ള. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യ പ്രവർത്തന പ്രഖ്യാപന സമ്മേളനവും കൃഷ്ണപിള്ളിയെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. പിന്നെയാണ് ഈ കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ സമാനതകളില്ലാത്ത സമരത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. 1939 ശേഷം 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കാലഘട്ടത്തിലെ ഉശിരൻ സമരം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ദളിത് വിഭാഗത്തിൽ ഉള്ളവർ ക്ഷേത്രത്തിന്റെ സമീപത്ത് വന്നാൽ ക്ഷേത്രം പൂട്ടി താക്കോലും എടുത്തു പോകും. അവിടെയാണ് കേളപ്പൻ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. പക്ഷെ ആ സമരത്തിന്റെ സൂത്രധാരൻ പി കൃഷ്ണപിള്ളിയായിരുന്നു. വളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. AKG വടക്ക് നിന്നും വിശ്വാസികളായ ആളുകളെയും കൂട്ടി വന്ന് ക്ഷേത്ര പരിസരത്ത് സത്യാഗ്രഹം ശക്തിപ്പെടുത്തുമ്പോൾ കൃഷ്ണപിള്ള ഒറ്റക്കാണ്. പന്തല് പലതവണ ഈ സാമൂതിരി രാജാവിന്റെ കിങ്കരന്മാർ വന്ന് പൊളിച്ചു. അപ്പോഴും കൃഷ്ണപിള്ള ഉശിരോടുകൂടി പന്തല് പുതിയത് കെട്ടി. അവസാനം ആ സമരത്തിന്റെ ഗതി എന്തായിരുന്നു? കൃഷ്ണപിള്ള മണിയടിച്ച് വിശ്വാസികളോട് അകത്ത് കയറാൻ പറഞ്ഞു. അപ്പൊ കൃഷ്ണപിള്ളിയെ ഈ സാമൂതിരിയുടെ കിങ്കരന്മാർ പുറത്തടിച്ചു. കൃഷ്ണപിള്ളിയുടെ പ്രസിദ്ധമായ വാക്കുകളുണ്ടത്. ഉശിരുള്ളവൻ മണിയടിക്കും, എച്ചില് തിന്നവൻ പുറത്തടിക്കും. ഈ ഉശിരുള്ളവനാരാ? കമ്മ്യൂണിസ്റ്റുകാര്. എച്ചില് തിന്നവരാരാ? RSSകാര്. കേട്ടാ, RSS രൂപം കൊണ്ടിട്ട് ഏതാനും വർഷം കഴിഞ്ഞപ്പോഴാണ് ഗുരുവായൂർ സത്യാഗ്രഹ സമരം. ഒരറ്റ RSSകാരും ഗുരുവായൂരിൽ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടില്ല. ഒരിടത്തും ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി RSSകാർ നിന്നിട്ടില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചിലരുണ്ട്, ജമാഅത്തെ ഇസ്ലാമി, സുഡാപ്പി, ലീഗ്, ഇവരെല്ലാം വിശ്വാസികളെ കയ്യിലെടുക്കാൻ നോക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയോ സുഡാപ്പിയോ സുഡാപ്പിക്ക് മുമ്പിലുള്ള ആപ്പിയോ ലീഗോ എല്ലാ മെരുവമ്പായി പള്ളി RSSകാർ ആക്രമിച്ച് തകർക്കാൻ വന്നപ്പോ കാവല് കിടന്ന് നിസ്കരിക്കാൻ പോകുന്ന പാവപ്പെട്ട മുസൽമാന് അവിടെ സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് അത് മറ്റൊന്നും കൊണ്ടല്ല. മെരുവമ്പായിലെ അന്നത്തെ CPM ലോക്കൽ കമ്മിറ്റി അംഗമായ സഖാവ് കുഞ്ഞിരാമൻ, UK കുഞ്ഞിരാമൻ, അദ്ദേഹത്തിന്റെ ജീവത്യാഗമാണ്. ലീഗുകാർ ഓർക്കണം, മെരുവമ്പായി പള്ളി ഇന്ന് നിസ്കരിക്കാൻ കഴിയും വിധത്തിൽ മാറാൻ കാരണം. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ഹിന്ദു മതവിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ മാത്രം വേണ്ടി പൊരുതിയവരല്ല, മുസ്ലിങ്ങളുടെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി നിലകൊണ്ടവരാണ്. എന്നാൽ ഈ ലീഗിന് തന്നെ പങ്കാളിത്തമുള്ള UDFിലെ ഒരു പ്രബല കക്ഷിയായ കോൺഗ്രസ് ഭരിക്കുമ്പോ ആ കോൺഗ്രസ് ഭരണത്തിലായിരുന്നു 1992 ഡിസംബർ മാസം 6-ാം തീയതി ഇന്ത്യയിലെ രണ്ടാമത്തെ ദേശീയ ദുരന്തമെന്ന് അന്നത്തെ രാഷ്ട്രപതി വിശേഷിപ്പിച്ച 450 വർഷക്കാലത്തെ പഴക്കമുള്ള മുസ്ലിങ്ങളുടെ ദേവാലയമായ മതനിരപേക്ഷതയുടെ ഗോപുരമായ ബാബറി മസ്ജിദ് 3 മിനാരങ്ങളും തകർത്തത് RSSകാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത് കോൺഗ്രസാ. UPയിൽ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അന്ന് ഭരിച്ചത് എങ്കിൽ ഈ കർസേവകർ കാക്ക് ട്രൗസർ പോലും നഷ്ടപ്പെട്ട് ഓടേണ്ടി വരുമായിരുന്നു. കേരളത്തിൽ അങ്ങനെ ഒരു പള്ളി പൊളിക്കൽ നടന്നിട്ടില്ല കേട്ടാ. വാരിയംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയുടെ ആ ധീരമായ ദേശാഭിമാനപരമായ പോരാട്ടത്തിന്റെ പിന്മുറക്കാരല്ല ലീഗ്. പിന്നെയോ സ്വർണ തട്ടിപ്പുകാരുടെയും കഞ്ചാവ് കടത്തുകാരുടെയും പാർട്ടിയായി ലീഗ് മാറുകയാണ് ചെയ്ത്. കമ്മ്യൂണിസ്റ്റുകാരോ ഈ രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പൊരുതുകയായിരുന്നു. ഇന്ന് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും അതിനുശേഷം ജയിലിൽ കള്ളക്കേസിൽ കുടുക്കി അടക്കുകയും ചെയ്തല്ലോ.
അത് കോൺഗ്രസ് MLA-മാര് അവിടെ പോയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടതാ? കോൺഗ്രസിന്റെ MLA-മാർ ഛത്തീസ്ഗഡിൽ പോയല്ലോ. ഛത്തീസ്ഗഡിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെത്തിയെങ്കിലും കോൺഗ്രസിന്റെ ഛത്തീസ്ഗഡിലെ ഒരൊറ്റ നേതാവും തിരിഞ്ഞു നോക്കിയില്ല. കാരണം എന്താ? ഛത്തീസ്ഗഡിൽ നിർബന്ധ മതപരിവർത്തന നിയമം കൊണ്ടുവരാൻ വേണ്ടി BJP-യോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാർ. 2006 ആ നിയമം കൊണ്ടുവന്നത്. ആ നിയമം കൊണ്ടുവന്നത് BJP. പക്ഷെ 2022 കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോ ആ നിയമം റദ്ദാക്കിയില്ലെന്ന് മാത്രമല്ല, ഈ നിയമത്തെ അടിസ്ഥാനമാക്കി ഇപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരായി കള്ളക്കേസ് എടുത്തതുപോലെ അന്ന് കോൺഗ്രസ് ഭരണകാലത്തും ക്രിസ്ത്യൻ വിശ്വാസികളുടെ പേരിൽ കള്ളക്കേസ് എടുത്തു, വൈദികനടക്കമുള്ളവരുടെ പേരിൽ. അപ്പോ കോൺഗ്രസും BJP ഒരേ തൂവൽ പക്ഷികളാണ്. എളാപ്പ മൂത്താപ്പ മക്കളുടെ വ്യത്യാസം മാത്രമേ അവർ രണ്ടാളും തമ്മിലുള്ളൂ ഇത്തരം കാര്യങ്ങളിൽ. ഇന്ത്യയിൽ 10 സംസ്ഥാനങ്ങളിൽ നിർബന്ധ മതപരിവർത്തന വിരുദ്ധ നിയമം കൊണ്ടുവന്നപ്പോൾ അതിൽ ഒരു സംസ്ഥാനം ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് 2006 ആ നിയമം കൊണ്ടുവന്നത്. ബീഫ് കഴിച്ചാൽ ആളെ കൊല്ലുന്ന നാടല്ലേ ഉള്ളു. മലപ്പുറത്ത് ലീഗുകാർക്ക് നല്ലോണം ബീഫ് കഴിക്കാൻ കഴിയുന്നില്ലേ? ഓർത്തോളം കമ്മ്യൂണിസ്റ്റുകാര് കേരളം ഭരിക്കുന്നത് കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകാരല്ലാന്ന് വിചാരിക്കുക. എന്തായിരിക്കും കേരളത്തിലെ ഈ സ്ഥിതി പറയാൻ കഴിയില്ല. കർണാടകത്തിലെത്തിന് കേട്ടോ, കർണാടകത്തിലെത്തിന് ഈ ബാങ്ക് വിളി നിരോധന നിയമം കർണാടകത്തിൽ BJP കൊണ്ടുവന്നതിന് കോൺഗ്രസ് വന്നിട്ട് നിയമം മാറ്റിയിട്ടില്ലട്ടാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ തൊട്ടടുത്തെത്തി എന്ന്. വർഗപ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ കൃഷ്ണപിള്ള പറയാൻ കാരണം വർഗീയതക്കെതിരായി പൊരുതാനാണ്. വർഗീയത അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും രണ്ടും ആപത്താണ്. RSS ആണ് ഭൂരിപക്ഷ വർഗീയതയെ പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഫാസിസത്തിലേക്കാണ് നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തെ ഞങ്ങൾ പറഞ്ഞു, ഇതാ ഒരു നവഫാസിസത്തിലേക്ക് നീങ്ങുകയാണ് ഈ കൂട്ടർ. ഇന്നിപ്പോ ജനാധിപത്യം കശാപ്പ് ചെയ്യാനല്ലേ ഇലക്ഷൻ കമ്മീഷൻ നിൽക്കുന്ന. ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ കണ്ടിനാണ്. മോഡിക്ക് പകരല്ലേ ഇയാള്? മോഡിയുടെ അതേ രീതിയല്ലേ ഇലക്ഷൻ കമ്മീഷൻ? അതിന് കാരണം എന്താ? ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധിയിലൂടെ പറഞ്ഞു, നിഷ്പക്ഷമായിരിക്കണം, നീതിപൂർവം തെരഞ്ഞെടുപ്പ് നടത്തണം, ജനാധിപത്യം സംരക്ഷിക്കണം. അതിനു വേണ്ടി കഴിവുള്ളവരെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു 3-അംഗ സമിതിയെ നിശ്ചയിക്കണം. ആ വിധി വന്നതിന് ശേഷമല്ലേ ആ വിധി മറികടക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നത്. നിയമത്തിലെ ഭേദഗതി എന്താ? ചീഫ് ജസ്റ്റിസിനെ വെട്ടി, എന്നിട്ടോ പ്രധാനമന്ത്രി നിയമിക്കുന്ന മന്ത്രിസഭാ അംഗം പ്രതിപക്ഷ നേതാവ്, പിന്നെ ഈ 3-ൽ 2 അവരല്ലേ. സുപ്രീം കോടതി പറഞ്ഞതിന്റെ പൊരുളെന്താ? ഈ ജ്ഞാനേഷ് കുമാറിനെ പോലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റ് ചട്ടുകമായി പ്രവർത്തിക്കുന്നവർ ഉണ്ടായേക്കും എന്നതിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രധാനമായ വിധിയിലൂടെ സുപ്രീം കോടതി അങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷനെ സുതാര്യമായി തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞത്. നിലവിൽ നിയമമില്ലെങ്കിൽ സുപ്രീം കോടതി വിധിയാണ് നിയമം. അതിൽ കാറ്റിൽ പരത്തിക്കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്തത്. ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാരുടെ വോട്ടാണ് വെട്ടിക്കളഞ്ഞ് ആരെയൊക്കെ. ഇവരുടെ കയ്യിൽ ഇതേ ജ്ഞാനേഷ് കുമാർ ഒപ്പിട്ടിട്ടുള്ള വോട്ടർ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. കാർഡ് ഉണ്ടായിട്ട് എന്താ കാര്യം? വോട്ട് ചെയ്യാൻ ഈ കാർഡുമായി ബൂത്തിൽ പോയ പട്ടികയിൽ പേരില്ല. സുപ്രീം കോടതി കമ്മീഷന്റെ വക്കീലോട് ചോദിച്ചു, നിങ്ങൾ വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെങ്കിൽ തീവ്ര പുനഃപരിശോധന എന്ന് പറയുന്ന നിങ്ങളുടെ ഈ സംവിധാനത്തിന് കീഴിൽ നിങ്ങൾ പറയുന്ന രേഖകൾ എന്തൊക്കെയാ? ഇവരാരുടെയും കയ്യിലില്ലാത്ത രേഖ. ഇവരെ കയ്യിലുള്ള രേഖ എന്താ? ആധാർ കാർഡ്, റേഷൻ കാർഡ്, വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്. ഇത് 3 ഇലക്ഷൻ കമ്മീഷൻ എടുക്കൂല. പിന്നെ എന്തിനാ ആധാർ കാർഡ്? പിന്നെ എന്തിനാ റേഷൻ കാർഡ്? നമ്മളിവിടെ താമസിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ്. ആധാർ കാർഡിലെ വിവരങ്ങൾ നോക്കിയാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച 7 വിവരങ്ങൾ ആധാർ കാർഡ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ലിങ്ക് ചെയ്താൽ കിട്ടും. അത്രയും പ്രധാനപ്പെട്ട ആധാർ കാർഡ് പോലും എടുക്കില്ല.
ആധാർ കാർഡ് എടുത്താൽ ഈ 65 ലക്ഷം വോട്ടർമാരുടെ വോട്ട് വെട്ടാൻ കഴിയില്ല. ജനാധിപത്യമാണ് കശാപ്പ് ചെയ്യുന്നത്. ജനാധിപത്യത്തിന്റെ നിർവചനം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് എന്നാണ്. ഇപ്പോൾ ആ നിർവചനം മാറ്റി മോഡിക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജനാധിപത്യം. ഇതാണ് ജനാധിപത്യത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനെതിരായിട്ടാണ് ഇന്ത്യ ഒറ്റക്കെട്ടായി. ഇന്ത്യ എന്നത് ഇൻവെർട്ടഡ് കൊമ, അതൊരു ജനകീയ പ്രസ്ഥാനത്തിന്റെ പേരാണ്. ബീഹാറിൽ നിന്ന് ആരംഭിച്ചു. ഇന്ന് ബീഹാർ ആണെങ്കിൽ നാളെ കേരളത്തിലായിരിക്കും കേട്ടാ. നിങ്ങൾക്കൊന്നും മുഖത്തൊരു ബേജാറും കാണുന്നില്ല. നിങ്ങൾ കരുതുന്നത് നിങ്ങൾ എല്ലാം വോട്ട് സുരക്ഷിതമായിരിക്കുമെന്നാണ് കേട്ടാ. 2026 തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ഇവിടെയും ആധാർ കാർഡ് ഉള്ളവർക്ക് വോട്ട് തരൂല എന്ന് പറഞ്ഞാലോ? എന്റെ വോട്ടവകാശം അതാണ് നിഷേധിക്കുന്നത്. ആദ്യം കൊണ്ടുവന്നത് എന്താ? പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു നിയമം. എങ്ങനെയാ പൗരത്വം കിട്ടുക? ഒരാൾക്ക് എങ്ങനെയാ പൗരത്വം? രണ്ടാണ് പ്രധാനപ്പെട്ട കാര്യം, മറ്റു സാങ്കേതിക നിയമപരമായ കാര്യം. പക്ഷെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇന്ത്യയിൽ മലപ്പുറത്ത് ഈ മക്കരപ്പറമ്പിൽ ജനിച്ചാൽ എനിക്കും നിങ്ങൾക്കും പൗരത്വം കിട്ടും. ഇവിടെ ജനിക്കണമെന്നുമില്ല പൗരത്വം കിട്ടാൻ. മക്കരപ്പറമ്പിൽ ജനിച്ച ജീവിക്കുന്ന 2 ദമ്പതിമാർ ജോലിയാർത്ഥം അവർ ദുബൈയിലാണ് എന്ന് കരുതുക. ദുബൈയിൽ വെച്ച് ആ കുടുംബത്തിനൊരു കുഞ്ഞുണ്ടായാൽ ജനിച്ച സ്ഥലം ദുബൈയാണ്. പൗരത്വം കൊടുക്കാൻ പറ്റുമോ? എന്നാൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് മാതാപിതാക്കൾക്ക് ഇവിടുത്തെ പൗരത്വം ഉണ്ടെങ്കിൽ ജനനം മറ്റെവിടെ വെച്ച് നടന്നാലും പൗരത്വം കിട്ടും. ഒന്നുകിൽ കുട്ടി ഇവിടെ ജനിക്കണം, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇവിടെ ജനിക്കണം. അങ്ങനെ ലഭിക്കുന്ന പൗരത്വത്തെയാണ് ഇപ്പോൾ മതാടിസ്ഥാനത്തുള്ള പൗരത്വമാക്കി മാറ്റി പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാൻ ഇവർ നോക്കിയത്. പക്ഷെ അതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നപ്പോ വളഞ്ഞ വഴിയിലൂടെ പൗരത്വ രജിസ്റ്ററിന് സമാനമായ വിധത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാരെ വെട്ടി മാറ്റി. എന്നിട്ട് അവർ ഇന്ത്യക്കാരല്ല, അവരെ പുറത്താക്കുക. അങ്ങേയറ്റം അപകടം പിടിച്ച ഒന്നാണ് കേട്ടോ. പൗരത്വ നിയമം കൊണ്ടുവന്നത് മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കാതിരിക്കാനും അവരെ പുറത്താക്കാനുമാണ്. എന്നാൽ മുസ്ലിങ്ങൾ മാത്രമല്ലെന്ന് തെളിയിക്കുന്നതാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് മാറ്റിയത്. അതിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അവരുടെ പേര് രാജ്യത്ത് നിന്നും വെട്ടിക്കളിയാൻ നോക്കുന്ന കൂട്ടർ ഒരു ഭാഗത്ത് വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ പേര് വെട്ടലാണെങ്കിൽ മറുഭാഗത്ത് ഓർമ്മയുണ്ടോ ഈ മുഖം? ആരുടേതാ? ഒരു സിനിമക്കാരൻ്റെതാണ്. എന്നിട്ടാണ് പട്ടികയിൽ പേര് ചേർക്കുന്നത്. ഓർമ്മയുണ്ടോ ഈ മുഖം? പട്ടികയിൽ പേര് ചേർക്കുകയാണ്. വേറെ ഒന്നും വേണ്ട, രേഖയൊന്നും വേണ്ട. തൃശ്ശൂരിലെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന വീട്ടമ്മ ആ പട്ടികയിൽ അവരുടെ ഫ്ലാറ്റിൽ അവരുടെ നമ്പറിൽ നോക്കുമ്പോൾ 9 ആള്. അവരാകെ നോക്കി. മക്കളെല്ലാം, മരുമക്കളെല്ലാം, സഹോദരങ്ങളെല്ലാം. അവസാനം അവര് ഒരു പേര് കണ്ടു നോക്കിയപ്പോ അത് ആ ഫ്ലാറ്റിലെ വീട്ടമ്മയുടെ പട്ടിക്കുട്ടീന്റെ പേരാണ്, മേഴ്സി. എടാ BJP-ക്കാരാ, ഇമ്മാതിരി വിദ്യ മറ്റാർക്കും കിട്ടൂല കേട്ടാ. നോക്കുമ്പോ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ, PA, അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ വോട്ട്. അങ്ങനെയുള്ള 66,000 വോട്ടാ, 1ഉം 2ഉം അല്ല. ആ വോട്ട് അന്ന് നിയമവിരുദ്ധമായി ഇവിടെ ചേർത്തതിനെതിരെ അന്നത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി, CPI-യുടെ നേതാവ് സുനിൽ കുമാർ പരാതി കൊടുത്തതാ, പരിഗണിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാരെ പേരിൽ വെട്ടിക്കളിയൽ മാത്രമല്ല കള്ളവോട്ട് ചേർക്കൽ കൂടി BJP-യും ചെയ്യും. ലീഗ് ഇക്കാര്യത്തിൽ PhD കേട്ടാ. ജനസേവനത്തിൽ അവർ 8ാം ക്ലാസ് 8 തവണ തോറ്റിന്. എന്നാൽ കള്ളവോട്ട് ചേർക്കുന്നതിൽ ലീഗ് PhD. അപ്പോ അവരെ മുമ്പിൽ നമ്മൾ തോറ്റു. ലീഗ് എന്തെല്ലാം വിദ്യകളാണ് കള്ളവോട്ട് ചേർക്കാനുള്ള പരിപാടികൾ. ഒരു പഞ്ചായത്തിൽ നോക്കുമ്പോൾ ലീഗിന് ഭൂരിപക്ഷം ഉള്ളതാണ്. പഞ്ചായത്തിന്റെ വാർഡിന്റെ അതിർത്തി ഇതാണ്.
ഒരു റോഡാണുള്ളത്. റോഡിന്റെ അപ്പുറത്ത് മറ്റൊരു വാർഡാണ്. അപ്പൊ എന്ത് ചെയ്തു, ഈ വാർഡിലുള്ള ഒരു 120 വോട്ട് റോഡിന്റെ അപ്പുറത്താക്കി. വാർഡെല്ലാം നിർണയിച്ചതിന് ശേഷമാണെന്ന് ഓർത്തോളൂ. എന്താ കാര്യം, അത് ഇടതുപക്ഷം ജയിക്കുന്നതാണ്. ഇവിടെ ലീഗുകാർക്ക് മൃഗീയ ഭൂരിപക്ഷമാണ്. ഇതങ്ങോട്ട് മാറ്റിയാൽ ഇവിടെ ജയം ഉറപ്പാണ്. അവിടെ നിന്ന് ഇടതുപക്ഷത്തെ തോപ്പിക്കുകയും ചെയ്യാം. ലീഗിന്റെ പുതിയ സൂത്രവിദ്യ. മറ്റൊരു സ്ഥലത്ത് നോക്കുമ്പോ പഞ്ചായത്തിനെ വേർതിരിക്കുന്ന ഒരു പുഴയാണ്. ആ പുഴയുടെ അക്കര മറ്റൊരു പഞ്ചായത്താണ്. ലീഗുകാരെന്താ ചെയ്തതെന്നറിയും, ആ പഞ്ചായത്തിനെ ഇപ്പുറത്ത് ചേർത്താളിന് കുറച്ച് വീട്. ഇതൊന്നും ആർക്കും ചെയ്യാൻ കഴിയുന്ന കള്ളത്തരല്ലേട്ടാ, ലീഗിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കള്ളത്തരം. അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ നമ്മൾ ഇറങ്ങലല്ലാതെ മറ്റ് യാതൊരു വഴിയുമില്ല. ഇത്തരം തെറ്റിന് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്ന ഇടങ്ങളിൽ അതിശക്തമായ ഇടപെടൽ നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും നടത്തേണ്ടതുണ്ട്. ഇന്നിപ്പോ നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ എടുത്ത് നോക്കിയാൽ, നമ്മളെ ലീഗുകാര് കാട്ടിക്കൂട്ടുന്ന ഭരണം ഉപയോഗിക്കാതെ തന്നെ നടത്താൻ പറ്റുന്ന അഴിമതിയുടെ വിവരങ്ങൾ നിങ്ങളൊന്ന് നോക്ക്. കണ്ണൂർ കോർപ്പറേഷൻ ലീഗ് മേയറാണ്. ഈ ഖരമാലിന്യം ഉണ്ടല്ലോ, നമ്മൾ ഈ വീടുകളിൽ നിന്നെല്ലാം ശേഖരിക്കുന്ന വേസ്റ്റ് നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ രാവിലെ തന്നെ പ്ലാസ്റ്റിക് വേർതിരിച്ച് എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അതിന് അവിടെ ഒരു ചേലോറ ട്രെഞ്ചിങ് റോഡുണ്ട്. അവിടെ അത് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് കരാർ കൊടുത്തു. മറ്റെല്ലാ കോർപ്പറേഷനുകളിലും കരാർ ഏൽപ്പിച്ചത് പൊതുവായി ഗവൺമെന്റുമായി സഹകരിച്ചിട്ടാണ് ടെൻഡർ വഴി കരാറുകാരെ തീരുമാനിച്ചത്. ഇവിടെ കോർപ്പറേഷൻകാർ പറഞ്ഞു, കേരളത്തിലെ ഒരൊറ്റ കോർപ്പറേഷനിൽ മാത്രമാണ് കോൺഗ്രസും ലീഗും ചേർന്ന് ഭരിക്കുന്നത്. അവര് പറഞ്ഞു ഞങ്ങൾ ടെൻഡർ ചെയ്തോളാം. സർക്കാർ പിടിവാശിയൊന്നും പിടിച്ചില്ല. അവസാനം അവര് ടെൻഡർ ചെയ്തു. ടെൻഡർ ചെയ്തിട്ട് ഒരു കമ്പനിയെ തീരുമാനിച്ചു. എന്താ നടന്നതെന്നറിയോ, ഈ ഖരമാലിന്യം നീക്കം ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ അളവ് കൃത്യമായി കണക്കാക്കണം. അതിന് ഇവരെ കയ്യിൽ ഒരു എംബുക്ക് ഉണ്ട്. ഈ എംബുക്കിൽ നോക്കുമ്പോ 75,000 മെട്രിക് ടൺ ഖരമാലിന്യം നീക്കം ചെയ്തു എന്നാണ് കാണുന്നത്. കരാർ പ്രകാരം 1.25 ലക്ഷമാണ്. 1.25 ലക്ഷം മെട്രിക് ടൺ ഖരമാലിന്യം നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ നീക്കം ചെയ്ത ഖരമാലിന്യങ്ങൾ സംസ്കരിച്ചാൽ ഇവർക്ക് 2.5 കോടി കൊടുക്കണം. ഇതാണ് കരാർ. യഥാർത്ഥത്തിൽ കോഴിക്കോട് NIT ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ അളവ് പരിശോധിച്ചു നോക്കിയപ്പോ നീക്കം ചെയ്തത് 25,000 മെട്രിക് ടൺ മാത്രം. 1/2 ലക്ഷം മെട്രിക് ടൺ അധികം നീക്കം ചെയ്തു എന്ന് കള്ളക്കണക്കുണ്ടാക്കി 1.77 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. ആരെങ്കിലും ഇങ്ങനെയൊരു കള്ളത്തരം കൂട്ടുവെക്കുക? ഞാൻ ഈ പറഞ്ഞ ഖരമാലിന്യം എന്ന് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ പല കച്ചവടത്തിലും കള്ളത്തരം കാണിക്കും. ഇത് ഈ മാലിന്യത്തിൽ കള്ളത്തരേ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായി. അതാ ലീഗിന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും MLA-യുമായിരുന്ന ഒരാളുണ്ടായിരുന്നു, കമറുദ്ദീന്റെ കൂടെ ഒരു പൂക്കോയ തങ്ങളും ചേർന്ന് ഫാഷൻ ഗോൾഡ്. സ്വർണവും ലീഗും സയാമീസ് ഇരട്ടകളാണ്. അപ്പൊ ആ സ്വർണ്ണ കച്ചവടത്തിന് വേണ്ടി 600ഓളം ആളുകളിൽ നിന്ന് പണം ശേഖരിച്ചു ഓഹരിയായി. 150 കോടി ഉറുപ്പിയാണ് കേട്ടാ, 150 കോടി ഉറുപ്പിക. എല്ലാവരോടും പറഞ്ഞു സ്വർണത്തിന് എന്താ വില, നല്ല ലാഭം കിട്ടും, സ്വർണം ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരും. 150 കോടിയും പോയി, ലാഭവിഹിതവും ഇല്ല, മാനവും പോയി. ഖമറുദ്ദീൻ ജയിലിലെത്തി. ആദ്യം ഞാൻ കരുതിയത് ഒറ്റ MLA മാത്രമേ ജയിലിലെത്തിയിട്ടുള്ളൂ എന്നാണ്. പിന്നെ MLA-മാര് UDF-ൽ നിന്ന് ജയിലിൽ പോകാൻ വേണ്ടി ക്യൂ നിന്ന് പാസ് എടുക്കുകയല്ലേ. എത്ര പേർ. ഇവിടെ മലപ്പുറം ജില്ലയില് ഉണ്ടായ അനുഭവം എന്താ? ജില്ലാ പഞ്ചായത്ത് അംഗം ഹാരിസ് ജില്ലാ പഞ്ചായത്തിൽ ഉപകരണങ്ങളും മറ്റും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി രൂപീകരിക്കാൻ വേണ്ടി പലരിൽ നിന്നുമായി ഓഹരി ശേഖരിച്ചപ്പോൾ അത് 33 കോടിയായി. ഓഹരി പണമായി കൊടുത്ത ആളുകളുടെ പണവും പോയി, ലാഭമൊട്ട് കിട്ടിയിട്ടുമില്ല. ഇപ്പൊ ജയിലിലാണ്. ജയിലിൽ ഈ ലീഗുകാർക്ക് നല്ല സുഖാണിപ്പോ.
ആ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയപ്പോഴാണ് പഴയ ഗോതമ്പിന്റെ ഉണ്ടക്ക് പകരം ചപ്പാത്തി കൊടുക്കാൻ തുടങ്ങിയത്. ഞാനും കുറച്ചു കാലം ചപ്പാത്തി തിന്നതാണ്. കട്ടിട്ട് പോയതല്ല, ലീഗുകാർ പോയതുവരെ കട്ടിട്ട് പോയത് നല്ല ചപ്പാത്തിയാ. മാത്രമല്ല ഇപ്പൊ ജയിലിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം മീൻ, 2 ദിവസം ഇറച്ചി. അപ്പൊ എത്രയായി? 4 ദിവസമായ. അപ്പൊ 2 ദിവസമേ പച്ചക്കറിയുള്ളൂ. മനസ്സിലായി? അതിനു വേണ്ടിയാണോ ഈ ഹാരിസും കമ്പനിയും ഇത്തരം തട്ടിപ്പ് നടത്തുന്നതെന്ന് പറയാൻ കഴിയില്ല. ഒരു ലീഗിന്റെ നേതാവ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, സമാന രീതിയിൽ 48 ലക്ഷം രൂപയുടെ സ്വർണം കടത്തിക്കൊണ്ടുവരുമ്പോൾ കസ്റ്റംസുകാർ പിടിച്ചു. പിടിച്ചതിന് ശേഷം ലീഗ് എന്താ ചെയ്തെന്നറിയോ? പ്രമോഷൻ. ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രമോഷൻ. ഇങ്ങനെ ഒരു പാർട്ടി ഭൂലോകത്തുണ്ടോ? മറ്റൊരു ലീഗിന്റെ നേതാവ് കഞ്ചാവ് കടത്തുമ്പോൾ പിടിച്ചു. ആന്ധ്രയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവരുന്നത്. കാസർഗോഡ് എത്തിയപ്പോ ഈ പുള്ളിക്കാർ വിചാരിച്ചു അവരൊരു ടീമാണ്, 3 പേരാണ്, ഇത് കൈമാറിയാൽ ലക്ഷങ്ങൾ കിട്ടുമല്ലോ. പക്ഷേ കൈമാറാൻ വേണ്ടി അവരുടെ അടുത്ത് പോയത് വേഷം മാറ്റിക്കൊണ്ട് പോലീസാ. കയ്യോടെ പിടിച്ചു, ജയിലിലായി. അതാണ് കാസർഗോഡ് ലീഗ് നേതാക്കന്മാർക്കുണ്ടായ അനുഭവം. ആന്ധ്രയിൽ നിന്നാണ് അവര് ഈ പറയുന്ന വിധത്തിൽ കഞ്ചാവൊക്കെ കൊണ്ടുവന്നത്. പാതിവില തട്ടിപ്പിന് നേതൃത്വം കൊടുത്തതാണ് നിങ്ങൾ തൊട്ടടുത്ത മണ്ഡല MLA. 50 കോടി ഉറുപ്പികയാണ് ആ പാതിവില തട്ടിപ്പിൽ ഇരകളായവർക്ക് നഷ്ടപ്പെട്ടത്. കേസായപ്പോ പിന്നെ എല്ലാം പൈസ തിരിച്ചു കൊടുത്ത് സബൂറാക്കാൻ നോക്കി. അപ്പൊ ഈ പൈസ എവിടുന്നായിരുന്നു നജീബിന്റെ കയ്യിൽ? പാതിവില തട്ടിപ്പ് ഈ കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയതാണല്ലോ. നിരവധി കേസുണ്ടായല്ലോ. ആ കേസുകളിൽ നിന്ന് ലീഗുകാർ രക്ഷപ്പെട്ടത് എങ്ങനെയാ? പൈസ തിരിച്ചു കൊടുക്കാൻ കാശ് ഇവിടുന്ന പറയണ്ടേ? ഈ നാടിനോട് പറയണ്ടേ? ലീഗുകാരോട് പറയണ്ടേ? ഇനി കോൺഗ്രസ്സുകാരെ പറ്റിയിട്ട് നമ്മളൊന്ന് നോക്കിയ ഏതാണ്ട് ഈനാം ബീച്ചിക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് പറയും പോലെയാണ് ലീഗിന്റെ കൂട്ട് കോൺഗ്രസ് ആവുന്നത്. ആ വയനാട്ടിൽ നിന്ന് തുടങ്ങാം. വയനാട്ടിലാണ് പാപമും DCCയുടെ ട്രഷറർ കൂടിയായ വിജയൻ ആത്മഹത്യ ചെയ്ത്. വിജയൻ ആത്മഹത്യ ചെയ്യുമ്പോൾ മകനെയും കൂടെ കൂട്ടി 2 ജീവൻ. ഞങ്ങൾ ആ വീട്ടിൽ പോയി. വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബം. അവിടെയാണ് അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം നിയമനത്തിന് കോഴ വാങ്ങി. പക്ഷേ ആർക്കും ജോലി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഈ വിജയന്റെ മകൻ, അവനാണ് കുറച്ച് ഭിന്നശേഷിയുണ്ട്, ആ മകന് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വിജയന്റെ കയ്യിൽ നിന്ന് പോലും കാശ് വാങ്ങി. ആർക്കും ജോലി കിട്ടിയില്ല. ആ വാങ്ങിയ കാശ് വിജയനാണ് വാങ്ങിയത് എന്നതുകൊണ്ട് എല്ലാവരും വിജയനെ സമീപിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ വിജയൻ സ്വന്തം പുരയിടം പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൈക്കൂലിയുടെ പണം വാങ്ങി അന്നത്തെ DCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും വിജയനെ ചതിച്ചു. ആ പണയപ്പെടുത്തിയ ഭൂമിയുടെ കാര്യത്തിൽ, വീടിന്റെ കാര്യത്തിൽ 3 കോടിയിലേറെ രൂപയാണ് വിജയന് നഷ്ടമായത്. അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞു, എല്ലാം പരിഹരിച്ചു തരും. ഒരു നയ പൈസ കൊടുത്തില്ല ആ കുടുംബത്തിന്. ഇതാണ് വിജയനുണ്ടായ അനുഭവമെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു രാജേന്ദ്രൻ നായർ, അദ്ദേഹം ബാങ്കിൽ നിന്ന് വായ്പ എടുത്തപ്പോ അത് തിരിച്ചടക്കേണ്ടത് കോൺഗ്രസിന്റെ ഒരു നേതാവിന് വേണ്ടിയാണ് എന്നതുകൊണ്ട് അദ്ദേഹം തിരിച്ചടക്കാത്തത് മൂലം നോട്ടീസ് വന്നതിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്ത്. അദ്ദേഹത്തിന്റെ സഹോദരൻ പരസ്യമായി പറഞ്ഞു, എന്റെ സഹോദരൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം കോൺഗ്രസിന്റെ വഞ്ചന കൊണ്ടാണ്. വയനാട്ടിലെ പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ നിന്ന് 70,000 ഉറുപ്പ്യ മാത്രമാണ് 70 സെന്റ് പണയപ്പെടുത്തിയിട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വായ്പയെടുത്തു. അദ്ദേഹത്തിന്റെ അനുഭവം എന്താ? അദ്ദേഹത്തിന്റെ രേഖകളിൽ വായ്പാ കടലാസിൽ ലെഡ്ജറിൽ അദ്ദേഹം ലോൺ എടുത്തതായി 24.30 ലക്ഷം രൂപ വായ്പയെടുത്തതായി കണക്ക്. ഇദ്ദേഹം ഞെട്ടിപ്പോയി. കോൺഗ്രസിന്റെ നേതാവ് എബ്രഹാമാണ് പ്രസിഡന്റ്. 70,000 രൂപയാണ് വായ്പയെടുത്തത്. പക്ഷേ വായ്പ എടുത്തത് 24.30 ലക്ഷം രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് നോട്ടീസ് വന്നപ്പോ ഇദ്ദേഹം എബ്രഹാമിന്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞു. പക്ഷെ ഒരു പരിഗണനയും ഉണ്ടായില്ല. അതിനെ തുടർന്നാണ് ആ മനുഷ്യൻ, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, ആത്മഹത്യ ചെയ്ത്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ദുരന്ത ഭൂമിയിൽ കള്ളവും വഞ്ചനയും പാടില്ലല്ലോ.
വയനാട് നമ്മെ എല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതും വീടും ഉപജീവന മാർഗവും എല്ലാം ഇല്ലാതായത്. അവർക്ക് വേണ്ടിയാണല്ലോ കോൺഗ്രസും ലീഗും പണം പിരിച്ചത്. യൂത്ത് കോൺഗ്രസുകാർ ആ രാഹുൽ മരക്കൂട്ടത്തിലോ മാക്കൂട്ടത്തിലോ എന്തോ പറയുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്നും 2.5 ലക്ഷം രൂപ വീതം പിരിച്ചു. എന്നിട്ട് പറഞ്ഞു 30 വീട് നിർമ്മിച്ചു കൊടുക്കും. ഒരു വീട് നിർമ്മിച്ചോ യൂത്ത് കോൺഗ്രസേ? നിങ്ങൾ സ്വന്തമായി വീട് നിർമ്മിക്കുമെന്നല്ലേ പ്രഖ്യാപിച്ചത്? എന്നാൽ ഡിവൈഎഫ്ഐയോ 25 വീട് നിർമ്മിക്കുമെന്ന് മാത്രമേ ഡിവൈഎഫ്ഐ അന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ആ ഡിവൈഎഫ്ഐ 20 കോടി രൂപ കേരളത്തിൽ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചുകൊണ്ട് 100 വീട് നിർമ്മിക്കാൻ വേണ്ടി ഇതാ ആ വയനാട്ടിലെ സ്ഥലത്ത് പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജനങ്ങളെ വഞ്ചിച്ചപ്പോ ഡിവൈഎഫ്ഐ ജനങ്ങൾക്കൊപ്പം നിന്നു. യൂത്ത് ബ്രിഗേഡ് ആ ദുരന്തമുണ്ടായ സമയത്ത് കാട്ടിലകപ്പെട്ട ആദിവാസികൾ അടക്കമുള്ളവരെ സ്വജീവൻ പോലും പണയപ്പെടുത്തി രക്ഷിച്ച അനുഭവമുള്ള ഡിവൈഎഫ്ഐ ആണ് 20 കോടിയിലേറെ രൂപ പിരിച്ച് മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചത്. ലീഗോ അവരും പണം പിരിച്ചു. പക്ഷെ പണം പിരിച്ചിട്ട് വയനാട്ടിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിന്റെ സ്ഥലം, തോട്ടഭൂമി വാങ്ങിയത് കൂടിയ വില കൊടുത്തിട്ടാണ്. ആ ഭൂമിയിലാവട്ടെ വീട് പണിയാൻ പറ്റൂല എന്ന നിലയിലാണ് രേഖ, പ്രമാണം. ലീഗുകാർ മറുപടി ആരോടാ പറയാ? കോൺഗ്രസും ലീഗും ദുരിതാശ്വാസത്തിന്റെ പേരിൽ പണം പിരിക്കും, എന്നിട്ട് സ്വാഹ. ഇത് ഇന്ന് തുടങ്ങിയതല്ല. 2018 മഹാപ്രളയം ഉണ്ടായപ്പോ നാടാകെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു, നിങ്ങളാൽ ആവുന്നതെല്ലാം സഹായിക്കണം. എല്ലാവരും ദുരിതത്തിലായിരുന്നു. അന്ന് സർക്കാർ ജീവനക്കാരോട് അവരുടെ ശമ്പളത്തിൽ ഒരു പങ്ക് നൽകണമെന്ന് പറഞ്ഞപ്പോ കോൺഗ്രസ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എന്നിട്ട് കോൺഗ്രസ് ഈ സർക്കാർ ജീവനക്കാരടക്കമുള്ളവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചു പറഞ്ഞു കോൺഗ്രസ് സ്വന്തമായി പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് പണിതു കൊടുക്കും. 1000 വീടാ അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന MF ഹസൻ പ്രഖ്യാപിച്ചത്. 1000 വീട്. 1000 വീടില്ലാത്തവർക്ക് നൽകുമെന്ന് പറഞ്ഞ ആ കോൺഗ്രസെ നിങ്ങൾ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തോ? അപ്പൊ കോൺഗ്രസും ലീഗും ദുരിതാശ്വാസത്തിന്റെ പേരിൽ പണം പിരിക്കുക, അത് മുക്കുക എന്നതാണ് അവരുടെ സമീപനം. എന്നാൽ CPIM ഈ നാട്ടിലെ ജനങ്ങളോട് പറയട്ടെ, ഞങ്ങൾ ഒരു ലോക്കലില് പാവപ്പെട്ട കുടുംബത്തെ തെരഞ്ഞെടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോ കേരളത്തിലെ മുഴുവൻ ലോക്കലുകളിലും വീട് നിർമ്മിച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനമായി ഈ കേരളത്തിലെ CPIM മാറിയെങ്കിൽ അത് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളത് കൊണ്ടാണ്. ഇനിയും കുറച്ച് ലോക്കലുകളിൽ കൂടി വീട് നിർമ്മിക്കാനുണ്ട്, അതും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമാണ് CPIM എങ്കിൽ കോൺഗ്രസും ലീഗും ജനങ്ങളോട് പ്രതിബദ്ധതയില്ലെന്ന് മാത്രമല്ല അഴിമതിയിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. അവരെയാണോ ഇനി ഈ കേരളം ഭരിക്കാൻ ഏൽപ്പിക്കേണ്ടത്? ഇപ്പൊ തന്നെ തമ്മിലടി തുടങ്ങിയിരിക്കുകയാണ്. അവരെയാണോ ഈ നാട് തെരഞ്ഞെടുക്കേണ്ടത്? എന്തുകൊണ്ട് ഇടതുപക്ഷം എന്നതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ഒരു തർക്കവും വേണ്ട. ഈ നാട്ടിൽ മതനിരപേക്ഷത സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, ഒപ്പം വികസനത്തിനും ക്ഷേമത്തിനും ജനപക്ഷത്ത് നിൽക്കാൻ ഇടതുപക്ഷമല്ലാതെ മറ്റൊരു പക്ഷമില്ല. 2016 ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോ ജനങ്ങളോട് പറഞ്ഞു 600 കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അതാണ് മാനിഫെസ്റ്റോ. 2021 ആവുമ്പോഴേക്കും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സന്ദർഭമാവുമ്പോഴേക്കും ആ 600 വാഗ്ദാനങ്ങളിൽ 580 നിറവേറ്റിക്കൊണ്ട് ഇടതുപക്ഷം ഈ നാട്ടിലെ ജനങ്ങളുടെ പക്ഷത്ത് നിന്നപ്പോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിച്ചു ഇടതുപക്ഷം തന്നെ വീണ്ടും അധികാരത്തിൽ വരണം. അതുകൊണ്ടാണ് 2021 2016 വോട്ടും സീറ്റും ജനങ്ങൾ നൽകി ഇടതുപക്ഷത്തെ അധികാരത്തിലെത്തിച്ചത്. 2021 ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നപ്പോ കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കും വിധത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടായി. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോ
59 ആവുമ്പോഴേക്കും കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. പിന്നെ വന്നത് വലതുപക്ഷമാണ്. 67 മാത്രമാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് പിന്നീട് അധികാരത്തിൽ വന്നത്. ആ ഗവൺമെന്റും 69 പോയി. പിന്നെ വന്നത് വലതുപക്ഷമാണ്. പിന്നെ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നത് 80-ലാണ്. 82 ആവുമ്പോഴേക്കും വലതുപക്ഷം, 87 വീണ്ടും ഇടതുപക്ഷം, 91 വലതുപക്ഷം, 96 ഇടതുപക്ഷം, 2001 വലതുപക്ഷം, 2006 ഇടതുപക്ഷം, 2011 വലതുപക്ഷം, 2016 ഇടതുപക്ഷം. ഈ ചരിത്രത്തിന്റെ ഗതിക്കനുസരിച്ചാണെങ്കിൽ 2021 വലതുപക്ഷമാണ് അധികാരത്തിൽ വരേണ്ടത്. പക്ഷേ വന്നത് ഇടതുപക്ഷം. 2021 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് റിസൾട്ട് വരാനിരിക്കുമ്പോ മലപ്പുറത്ത് നിന്നടക്കം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ചേക്കേറാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയ ചിലരുണ്ട് കേട്ടോ. അവർക്ക് മടക്ക വണ്ടിയിൽ ഇങ്ങോട്ട് വരേണ്ടി വന്നു. അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളുടെ ഇച്ഛയെ, ജനവിധിയെ അവർ മനസ്സിലാക്കിയില്ല. വീണ്ടും ഇതാ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാം ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ പോവുകയാണ്. ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇടതുപക്ഷം ജനങ്ങൾക്കൊപ്പം നിന്നു. നിങ്ങൾ നോക്കൂ കേരളത്തിൽ നടത്തിയ മാറ്റങ്ങൾ. വിദ്യാഭ്യാസം ലീഗുകാർക്ക് പോലും തർക്കം ഉണ്ടാവില്ല. ഇപ്പൊ ആകെ അവർ പറയുന്ന ഒന്ന് +2 സീറ്റ് കൂടുതൽ വേണം. അപ്പൊ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു എവിടെയൊക്കെയാണോ വേണ്ടത് തരാന്നേ. അപ്പൊ പിന്നെ അതോടുകൂടി അതും പോയി. SLC പാസ്സായ കുട്ടികളെക്കാൾ ഏതാണ്ട് 3/4 ലക്ഷത്തോളം +2 സീറ്റ് ഈ കേരളത്തിൽ അനുവദിക്കുക വഴി നിങ്ങൾ ഒരു തർക്കവും വേണ്ട, ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസം നിഷേധിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ അന്തരീക്ഷം എത്രമാത്രം വലുതായി. ഞാൻ പഠിച്ചിരുന്ന ഒരു സ്കൂളാണ് പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അന്ന് AKGയുടെ പേരിലായിരുന്നില്ല. AKG മരണപ്പെട്ടതിന് ശേഷം AKGയുടെ പേരിൽ ആ സ്കൂൾ മാറ്റി. ആ സ്കൂളിന് 26 കോടി രൂപയുടെ കെട്ടിടം പണിതു, ഒരു 5 നില കെട്ടിടം. അപ്പോൾ ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ഞാനും പോയി. മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്. അപ്പൊ മുഖ്യമന്ത്രി വരാൻ വേണ്ടി കുറച്ച് സമയമുണ്ടെന്ന് കരുതിയപ്പോ ഞാൻ പണ്ട് പഠിച്ചിരുന്ന ക്ലാസ് മുറി എവിടെയാണ് എന്ന് കാണാൻ പോയി. ആ ക്ലാസ് മുറി ഇപ്പോൾ ഇല്ല, ഈ കെട്ടിട സൗധമാക്കിയിരിക്കുകയാണ്. അപ്പോ പ്രധാന അധ്യാപകരുണ്ട്, PTA പ്രസിഡന്റ് ഉണ്ട്, മറ്റു ചിലരുണ്ട്. അവരെല്ലാമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിരുന്ന ക്ലാസ് മുറി ഇവിടെയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ കുറച്ച് കുട്ടികൾ അടുത്തു വന്നിട്ട് പറഞ്ഞു സാറേ നമുക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു എന്താ കാര്യം, പറഞ്ഞോളൂ. ഞങ്ങൾക്കൊരു ലിഫ്റ്റ് വേണം. ഞാനിങ്ങനെ നോക്കി, എടാ ലിഫ്റ്റാ? അത് സ്കൂളിൽ, ആശുപത്രിയല്ല, ലോഡ്ജല്ല, പിന്നെ സ്കൂളിന് ലിഫ്റ്റ്. നോക്കുമ്പോ ഈ കുട്ടികളുടെ എല്ലാം പിറകിൽ നമ്മളിപ്പോ സ്കൂൾ ബാഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് മണവാട്ടിയെ പോലെയാണ് കുട്ടികൾ. അതിന്റെ ഭാരം കൊണ്ട് തല കുനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു PTA പ്രസിഡന്റ്, അത് ശരിയാന്ന് കേട്ടാ, നമുക്കൊരു ലിഫ്റ്റ് വേണം. ഉദ്ഘാടനത്തിന് ശേഷം അവരത് തീരുമാനിക്കുകയും ഉദ്ഘാടനത്തിന് മുമ്പ് ലിഫ്റ്റ് പണിയാനുള്ള പ്രൊവിഷൻ വെച്ചതുകൊണ്ട് ലിഫ്റ്റ് ഉണ്ടാക്കുകയാണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പോയപ്പോ അമരമ്പലത്തൊരു UP സ്കൂളിന് ലിഫ്റ്റ്. UP സ്കൂളിനെ ഇത്രമാത്രം വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി ഉണ്ടാക്കിയ മറ്റൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ MLA ആയിരുന്നു 96 മുതൽ 10 കൊല്ലം. 2001 മുതൽ പ്രതിപക്ഷത്തായിരുന്നു ഞങ്ങൾ. 96 ഭരണപക്ഷത്തും. അന്ന് വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പിയാണ്. അന്ന് അദ്ദേഹം എനിക്കൊരു കടലാസ് തന്നു. എന്നിട്ട് പറഞ്ഞു MLA, നിങ്ങളെ മണ്ഡലത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ അടച്ചുപൂട്ടാൻ പോകുന്നത്. ഞാൻ തലയിൽ കയ്യും വെച്ചു പോയി. ഞാൻ MLA ആയതുകൊണ്ട് സ്കൂൾ പൂട്ടുകയും ഞാൻ പ്രധാന അധ്യാപകരുടെയും മാനേജർമാരുടെയും PTA പ്രസിഡന്റുമാരുടെയും യോഗം വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോ 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സ്കൂളിന്റെ മാനേജർ പറഞ്ഞു, പ്രായമുണ്ട് അദ്ദേഹത്തിന്, MLA ഞാൻ മരിക്കുന്നത് വരെ ഒന്ന് പൂട്ടാതിരിക്കുവോ? സങ്കടത്തോടു കൂടിയുള്ള വർത്താനം കേട്ടു. അവസാനം എല്ലാവരും ചേർന്ന് ഒരു നിവേദനം കൊടുക്കാനും ഒരു 3 അംഗ പ്രതിനിധി സംഘത്തെ തിരുവനന്തപുരത്ത് അയക്കാനും തീരുമാനിച്ചു. ഞാൻ അവരെ കൂടെ പോയി.
അപ്പോ നാലകത്ത് സൂപ്പി അവരെ എല്ലാം മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞു, കുട്ടികളെ കൂടുതൽ ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, എനക്കിനി രക്ഷയില്ല. ഇതാണ് നാലകത്ത് സൂപ്പി. അദ്ദേഹത്തെ അഞ്ചകത്താക്കാതിരുന്നത് ഈ നാട് മാനിച്ചത് കൊണ്ടാണ്. സ്കൂള് പൂട്ടിയല്ലോ, ആ കോഴിക്കോട് സ്കൂൾ പൂട്ടിയില്ലേ? ഞങ്ങൾ അവിടെ പ്രതിരോധം സംഘടിപ്പിച്ചുകൊണ്ട് സ്കൂൾ പൂട്ടാൻ കഴിഞ്ഞില്ല. വിദ്യാർത്ഥികളെ കുറെ ചേർക്കാനും പരിശ്രമിച്ചു. സ്കൂൾ പൂട്ടിയ സർക്കാർ ഏത്? UDF അല്ലേ? അവര് പൂട്ടിയ സ്കൂൾ തുറന്നത് ആര്? LDF അല്ലേ? ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? ഏത് കാര്യത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടാത്തത്? കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ അധ്യാപകൻ തല്ലിയ വിഷയം വന്നു. ഉടൻ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടില്ലേ? ആ കുട്ടിയുടെ മാതാവിനെ വിളിച്ചില്ലേ? ഇതല്ലേ വിദ്യാഭ്യാസ മന്ത്രി ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലക്ക് വേണ്ടി ചെയ്യുന്നത്? നമ്മുടെ ആരോഗ്യമന്ത്രിയോ? ആശുപത്രികൾ എത്രമാത്രം സൗകര്യങ്ങളാണുള്ളത്? ഇന്നിപ്പോ ഒരു വാർത്ത കണ്ടു, കാസർഗോഡ് ജനറൽ ആശുപത്രി, അവിടെ പാല് വിതരണം കഴിഞ്ഞ 13 ദിവസമായി നടക്കുന്നില്ല. അതിനെക്കുറിച്ച് ആരോഗ്യ വകുപ്പിൽ അന്വേഷിച്ചു നോക്കുമ്പോൾ അതിന്റെ പണമെല്ലാം മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തതാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ലീഗുകാർ പാലിന്റെ വില കൊടുത്തിട്ടില്ല. ഏതാണ്ട് 7 ലക്ഷം രൂപ കുടിശ്ശിക. അതുകൊണ്ട് വിതരണം മുടങ്ങി. ഇടതുപക്ഷ ഗവൺമെന്റ് ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്തുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചിലയിടങ്ങളിൽ ലീഗും കോൺഗ്രസും ഒക്കെ ഭരിക്കുമ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് ചില ആശുപത്രികൾ എന്നതുകൊണ്ട് അവർ ചെയ്യേണ്ടത് ചെയ്യണ്ടേ? റിപ്പോർട്ടർ TV അതിന്റെ വസ്തുതകൾ സഹിതം കൊടുത്തു. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഇന്നിപ്പോ ജനങ്ങൾ ചികിത്സ തേടി എത്തുന്ന ഒന്നായി മാറി. നേരത്തെ കേവലം ആകെയുള്ള രോഗികളിൽ ഒരു 10-20% മാത്രമാണ് സർക്കാർ ആശുപത്രികളിൽ എത്തുന്നതെങ്കിൽ ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾ ആകെയുള്ള രോഗികളിൽ 56%. അത് ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ കൊണ്ടാ. മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട്, ആയുർദൈർഘ്യം നമുക്കാണ് കൂടുതൽ. മലയാളികളിൽ തന്നെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മരണ വീട്ടിൽ പോയി നോക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രായം 104. VS മരണപ്പെട്ടത് 102-ാമത്തെ വയസ്സിലാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് സ്ത്രീകൾക്ക് 78-ഉം പുരുഷന്മാർക്ക് 72-ഉമാണ് ആയുർദൈർഘ്യം എന്നാണ്. എന്ന് പറഞ്ഞാൽ 72 എത്തുമ്പോൾ ഞാൻ തട്ടിപ്പോവും, 78 എത്തിയാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളും തട്ടിപ്പോവും. പക്ഷേ 102-ഉം 104-ലും എത്തി നിൽക്കുകയാണ് നമ്മളുടെ പലരും. കേട്ടാ, അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ കേരളത്തിൽ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതിനിടയാക്കിയത് മറ്റൊന്നും കൊണ്ടല്ല, ഇടതുപക്ഷ ഗവൺമെന്റ് ജനകീയ ആരോഗ്യ നയം കൊണ്ടാണ്. മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിൽ, ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിൽ, ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ കേരളത്തിൽ. അങ്ങനെ ആരോഗ്യ മേഖലയിലെ എല്ലാ സൂചികകളും എടുത്ത് പരിശോധിച്ചാൽ കേരളം മുന്നിലാണ്. തൊഴിലില്ലായ്മ, PSC മുഖേനയുള്ള നിയമനം 3 ലക്ഷത്തോളം എത്തി. ഞാനൊക്കെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടടക്കം പ്രവർത്തിച്ചതാണ്. അന്ന് ഞങ്ങൾക്കറിയാം, ശരാശരി ഒരു 15,000 12,000 ഒരു വർഷത്തെ PSC നിയമനം. ഇപ്പോൾ 30,000 32,000. അന്നുണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലധികം. എല്ലാ ഒഴിവുകളും PSC അറിയിക്കുക മാത്രമല്ല പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നു. അപ്പോഴും കേരളത്തിലെ ഇടതുപക്ഷത്തിന് അറിയാം, PSC വഴിയുള്ള നിയമനം കൊണ്ട് മാത്രം അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് സംരംഭങ്ങൾ വ്യവസായ വകുപ്പ് ആരംഭിക്കാൻ തുടങ്ങിയത്. കേരളത്തിൽ 3,60,000 പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും 7,60,000 ആളുകൾക്ക് ജോലി കിട്ടുകയും ചെയ്തു. അതിന് പുറമെയാണ് വിജ്ഞാന കേരളം പദ്ധതി. തോമസ് ഐസക് അതിന്റെ ഉപദേഷ്ടാവായി പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടി ജില്ലകളിൽ മെഗാ തൊഴിൽ മേളകൾ ആരംഭിച്ചു. 2-3 ജില്ലകളിൽ തുടങ്ങി. കണ്ണൂർ ജില്ല അങ്ങനെ തുടങ്ങിയ കൂട്ടത്തിലാണ്. രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾ, ജീവനക്കാർ, ജോലിക്ക് വേണ്ടി ഈ മെഗാ തൊഴിൽ മേളയിൽ രജിസ്റ്റർ ചെയ്തവർ അവരെ വിളിച്ചു വരുത്തും, കമ്പനികളെ വിളിച്ചു വരുത്തും. കണ്ണൂരിൽ 123 കമ്പനികൾ വന്നു. അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതർക്ക് വിദേശത്തും രാജ്യത്തിന്റെ അകത്തുമായി ജോലി അവരുടെ
വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ച് കൊടുത്തു. ഇനി രണ്ടാം ഘട്ടം തുടങ്ങാൻ പോവാണ്. ഇതെല്ലാമായി ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾക്ക് ജോലിയായി. നോർക്ക വഴി വിദേശത്തേക്ക് ജോലി കയക്കുന്നതിൽ, പ്രത്യേകിച്ച് വിവിധ രാജ്യങ്ങളിൽ നഴ്സുമാരടക്കമുള്ളവരുടെ ജോലി, അതിൽ പരിശീലനമടക്കം കൊടുത്തുകൊണ്ട്, ഭാഷാ പഠനമടക്കം നടത്തിക്കൊണ്ട് ഇതാ നോർക്കയും മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ നോക്കിയാൽ PSC വഴിയുള്ള നിയമനത്തിന് പുറമെ വ്യവസായ വകുപ്പിന്റെ സംരംഭങ്ങളും വിജ്ഞാന കേരളം പദ്ധതിയും നോർക്കയും എല്ലാം ചേർന്നാൽ ഇക്കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിൽ PSCയുടെ 3 ലക്ഷത്തിന് പുറമെ ഏതാണ്ട് 11 ലക്ഷത്തോളം ആളുകൾ, അങ്ങനെ നോക്കിയാൽ 14 ലക്ഷം പേർക്ക് ജോലി കൊടുത്തിട്ടാണ് ഇടതുപക്ഷം മൂന്നാമതും ഈ നാട്ടിലെ തൊഴിൽ രഹിതരോട് ജോലി വോട്ടവകാശത്തിന് ചോദിക്കുന്നത്. ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സംഭാവന. ഇവിടെ മാത്രമല്ല, ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വീടില്ലാത്തവർക്ക് വീട്. ഇവിടെ നിങ്ങൾ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളവും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയും ഇപ്പൊ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്ന് താരതമ്യം ചെയ്യണം. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ഇന്ദിരാമ ഭവന നിർമ്മാണ പദ്ധതിയുണ്ട്. 5 ലക്ഷം കൊടുക്കും. കുടിവെള്ളമില്ല. കക്കൂസിനൊരു മുറിയുണ്ട്. അവിടെ പിന്നെ പൊതു ശൗചാലയം പോലെയായിട്ടാണ്. പൊതു ശൗചാലയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ കാണുന്ന ആളുറപ്പുള്ള ഒരു പൊതു ശൗചാലയമല്ല. പിന്നെയോ പറമ്പിലെ കക്കൂസ്, വൈദ്യുതി ഇല്ല. പിന്നെ ഇടക്കിടക്ക് പാമ്പ് വന്ന് നോക്കും. അത് പിന്നെ സാരമില്ല, പാമ്പും ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒന്നായതുകൊണ്ട് തെലങ്കാനക്കാർക്ക് അറിയാം, പാമ്പ് വരും പോവും. ഇതാണ് ഇന്ദിരാമ ഹൗസിംഗ് പദ്ധതിയുടെ തെലങ്കാന മോഡൽ. ഇവിടെ കേരളം കഴിഞ്ഞ ദിവസം 332 മത്സ്യത്തൊഴിലാളികൾക്ക് തിരുവനന്തപുരത്തെ മുട്ടത്തറയിൽ കൊടുത്തത് ഫ്ലാറ്റാണ്. 332 കുടുംബങ്ങൾ എല്ലാം ചേർന്നാൽ ഇതിനകം ഏതാണ്ട് 4.25 ലക്ഷം ആളുകൾക്ക് ലൈഫ് മിഷനിൽ ഒരു ലൈഫ് കൊടുത്തു. കേരളവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇനി വയനാട്ടിൽ ഇതാ ഒരു ടൗൺഷിപ്പ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും പ്രളയമുണ്ടായപ്പോൾ, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ, പ്രകൃതിക്ഷോഭമുണ്ടായപ്പോ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു ടൗൺഷിപ്പ് എന്ന സങ്കല്പത്തിൽ വീട് നിർമ്മിച്ചു കൊടുത്ത ഒരനുഭവം മറ്റൊരിടത്തുമില്ല. ഇതാ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ വയനാട് ദുരന്തത്തിന് വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കുകയാണ്. അതും ആ ടൗൺഷിപ്പിൽ അവർക്ക് വേണ്ടുന്ന പഠിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആരോഗ്യ കേന്ദ്രങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം ഉണ്ടാവും. ഒരു മാതൃകാ വീട് ഊരാളുങ്കൽ സൊസൈറ്റി പണിത് കഴിഞ്ഞു. കോമ്പൗണ്ട് വാള് കൂടി കെട്ടിയപ്പോ അല്ല, ഇത് നമ്മൾ തന്നെയാണോ? ഏത് വീട് നഷ്ടപ്പെട്ടവര് വീട് കാണാൻ പോയപ്പോ ഇത് കിട്ടുമോ നമുക്ക്? അവർക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു പാരമ്പര്യം. അതാണ് നിപ്പ, അതാണ് ഓക്കി, അതാണ് പ്രളയം, അതാണ് വെള്ളപ്പൊക്കം, അതാണ് കോവിഡ്, അതാണ് ഇപ്പോൾ വയനാട് ദുരന്തവും കേരളത്തിൽ തെളിയിച്ചത്. ഒരൊറ്റയാളും കഷ്ടപ്പെടില്ല, ഒരു കുടുംബത്തെയും നമ്മൾ അകറ്റില്ല. ഇതുപോലെയൊരു ഭരണമല്ലാതെ ഈ കോൺഗ്രസും ലീഗും അധികാരത്തിൽ വന്ന കട്ടുമുടിക്കുന്ന, സ്കൂള് പൂട്ടുന്ന, ആശുപത്രിയിൽ രോഗികൾ കയറാത്ത, ഡോക്ടറും മരുന്നുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി നാം വീണ്ടും ഈ UDF കൂടെ ചേരണമോ? ഇതാ നോക്കണ്ടേ. UDF എന്ന് പറഞ്ഞ പഴയ UDF അല്ല കേട്ടാ. വേലായുധന്റെ സർപ്പക്കൂട്ടിലെ പാമ്പുകളെ പോലെയാണ്. എല്ലാ വിഷകാരികളും ഈ വേലായുധന്റെ സർപ്പക്കൂട്ടിലുണ്ടാവും. അതുപോലെ ആരൊക്കെയാ UDF കൂടെ? കോൺഗ്രസും ലീഗും മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി, SDPI എല്ലാം അവരുടെ കൂലിയാണ്. MSF ചില നേതാക്കന്മാർ ഇപ്പൊ നടത്തുന്ന പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിനാ? ഇടത് ഹിന്ദുത്വ RSS പ്രയോഗമായത്. ആ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാധ്യമങ്ങളിലൂടെ നേരത്തെ പറഞ്ഞതാ. ഇപ്പൊ നോക്കുമ്പോ MSF ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. SDPI പോപ്പുലർ ഫ്രണ്ടും അതുപോലെയുള്ളവരും ചേർന്ന് ഇപ്പൊ ക്യാമ്പസ് ഫ്രണ്ടിന്റെ രീതിയിൽ MSF നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. MSFകാരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനവന്റെ തടി അവനവൻ കാത്തോളണം.
ഈ ക്യാമ്പസ് ഫ്രണ്ട് എല്ലാം വന്നിട്ട് MSF-ൽ നിന്ന് അവർ പുറത്താക്കിയാൽ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ ലീഗിൽ ചിലരൊക്കെ ഈ തീവ്രവാദ വിഭാഗത്തെ എതിർത്തിരുന്നു. പക്ഷെ പിന്നീട് ഈ തീവ്രവാദ വിഭാഗത്തെ കൂടെ നിർത്താൻ തുടങ്ങി ലീഗിൽ ഒരു വിഭാഗം. അങ്ങനെയാണ് ഇപ്പൊ ലീഗ് മുന്നോട്ട് പോകുന്നത്. ഇത് അപകടകരമാണ്. ഈ അപകടത്തിനെതിരായി നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കിനി ഭാവിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. വാര്യംകുന്നത്ത് കുഞ്ഞമ്പത് ഹാജി അക്കാലത്ത് നടന്ന സമര പോരാട്ടങ്ങളിൽ മനുഷ്യനെ വർഗീയമായി ചേരിതിരിച്ച് ചില അക്രമങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോ തള്ളിപ്പറഞ്ഞ പാരമ്പര്യമാണ് മലപ്പുറത്തിന്റെ ഉശിരൻ പാരമ്പര്യം. വർഗീയമായ ചേരിതിരിവ് ആരുണ്ടാക്കിയാലും അതിനെതിരാണ് ഈ നാട്. നോക്കൂ നിങ്ങൾ, RSS ആ കാശ്മീരിലെ ഭീകരവാദികളുടെ കൊലപാതകത്തെ ജനങ്ങളാകെ ഒറ്റപ്പെടുത്തി ഇന്ത്യ ഗവൺമെന്റിന് പിന്തുണ നൽകിയപ്പോ കാശ്മീരിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോ പാകിസ്ഥാന്റെ സഹായത്തോടുകൂടി ഭീകരവാദികൾ നുഴഞ്ഞു കയറി അവിടെ അക്രമം കാട്ടിയപ്പോ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനോടൊപ്പം ചേർന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഭീകര വിരുദ്ധ വികാരത്തെ മുസ്ലിം വിരുദ്ധ വികാരമാക്കി മാറ്റി. അതാണ് അവർ ചെയ്തത്. അക്കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നും കാശ്മീരിലേക്ക് പോയിരുന്ന ഒരു കുടുംബം എറണാകുളത്ത് ഇടപ്പള്ളിയിൽ രാമചന്ദ്രന്റെ കുടുംബമുണ്ട്. രാമചന്ദ്രനും ഭാര്യയും മകളും പേരക്കുട്ടികളും. അവിടെ വെച്ച് രാമചന്ദ്രൻ ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ചു വീണു. ആ രാമചന്ദ്രന്റെ മൃതദേഹത്തിന്റെ അരികെ മകളും പേരക്കുട്ടികളും കരയുന്ന ചിത്രം നമ്മൾ കണ്ടു. പക്ഷെ അവരെ രക്ഷപ്പെടുത്താൻ ഓടിയെത്തിയത് കാശ്മീരിലെ 2 മുസ്ലിം സഹോദരങ്ങളായിരുന്നു. രാമചന്ദ്രന്റെ മകൾ തിരിച്ചെത്തിയപ്പോൾ ഇവിടെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു, എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ പിതാവാണ്. പിതാവിന്റെ നഷ്ടം നികത്താൻ ഒരിക്കലും കഴിയില്ല. പക്ഷേ എനിക്ക് കാശ്മീരിൽ നിന്ന് കിട്ടിയത് 2 മുസ്ലിം കൂടപ്പിറപ്പുകളെയാണ് എന്ന് പറയത്തക്ക നിലയിൽ ആരതി മാറിയെങ്കിൽ നമ്മുടെ ആ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ മതനിരപേക്ഷതയുടെ പാരമ്പര്യമാണ്. എന്നാൽ ആ രാമചന്ദ്രന്റെ മകളുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ നാട്ടിലെ വർഗീയവാദികൾ അഴിഞ്ഞാടിക്കൊണ്ട് അസഭ്യം പറയുകയായിരുന്നില്ലേ? നോക്കൂ നിങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട് സ്ത്രീകളെ യുദ്ധത്തിന്റെ കൂടെ, തങ്ങളുടെ കൂടെ, BJPയുടെ കൂടെ കൊണ്ടുവരാൻ പരിശ്രമിച്ചു നടത്തിയ പ്രചാരവേല കൊടുവിൽ മധ്യപ്രദേശിൽ ഒരു മന്ത്രി പറഞ്ഞതെന്താ? അക്കാലത്ത് 2 സൈനിക ഉദ്യോഗസ്ഥർ വനിതകളെ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ അനുവദിച്ചിരുന്നു. അതിലൊരാളുടെ പേര് സോഫിയ ഖുറൈഷി എന്നാണ്. സോഫിയ ഖുറൈഷിയെ കുറിച്ച് മധ്യപ്രദേശിലെ BJP മന്ത്രി പരസ്യമായി പറഞ്ഞു, ഈ സോഫിയ ഖുറൈഷി ഭീകരവാദിയുടെ പുത്രിയാണ് എന്നാണ്. അപ്പോ ഏത് പ്രശ്നത്തെയും വർഗീയമായി ചേരിതിരിക്കാൻ പരിശ്രമിക്കുന്ന ഇക്കാലത്ത് ഈ വർഗീയവാദത്തിനെതിരെ പൊരുതണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും എതിരെ പൊരുതിയേ പറ്റൂ. ഫാസിസത്തെ തടയാൻ മതനിരപേക്ഷതയാണ് നമുക്കായുധം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു കാലത്താണ് നാം ഉള്ളത്. ഭരണഘടനയുടെ മതനിരപേക്ഷതയും സോഷ്യലിസവും എന്ന് പറയുന്ന 2 വാക്കുകൾ എടുത്തു കളയാൻ കേന്ദ്രമന്ത്രിമാരടക്കം പറയുന്ന കാലമാണിത്. അപ്പൊ നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിന് വ്യവസ്ഥ ചെയ്ത ഭരണഘടന സംരക്ഷിക്കാൻ. ന്യൂനപക്ഷത്തെ കശാപ്പ് ചെയ്യുന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുന്ന ഭരണഘടനയല്ല, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ഭരണഘടനയാണ് നമുക്ക് വേണ്ടത്. ന്യൂനപക്ഷം മാത്രമല്ല, ഏത് മതത്തിൽപ്പെട്ടവർക്കും ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന, മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഇന്ത്യൻ ഭരണഘടന നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. ബഹുസ്വരതയാണ് നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയണം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന
പാഴ്സി, ഇങ്ങനെ 7 മതങ്ങൾ ഇവിടെയുണ്ട്. 7 മതത്തിൽപ്പെട്ടവർക്കും ഒരുമിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയാണ് സഖാവ് കൃഷ്ണപിള്ളിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പൊരുതിയത്. അത് വർഗ പ്രസ്ഥാനമാണ്, അത് വർഗീയതക്കെതിരെയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈ BJP-യുടെ ഇതേ ഗതിയാണ് കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ വർഗീയതയോടൊപ്പം തോളോട് തോൾ ചേർന്ന് സ്വീകരിക്കുന്ന സമീപനം എന്ന് തിരിച്ചറിയുക. ധീരനായ കമ്മ്യൂണിസ്റ്റ് സ്ഥാപക നേതാവ് സഖാവ് കൃഷ്ണപിള്ളിയുടെ ജ്വലിക്കുന്ന സ്മരണക്ക് മുമ്പിൽ നമുക്കൊരു റെഡ് സെല്യൂട്ട് നൽകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. സഖാക്കളെ, അടുത്ത